പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം? ഉത്തരം: 8-ാമത്തെ പുസ്തകം. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം എഴുതിയത് ആരെല്ലാം? ഉത്തരം: പൗലോസും തിമോത്തിയോസും. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആരംഭിക്കുന്നത് ഏതു വാക്കോടു കൂടിയാണ്? ഉത്തരം: ദൈവേഷ്ടത്താൽ. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം കൊരിന്ത് സഭയ്ക്കു പുറമെ എവിടെയുള്ള വിശുദ്ധന്മാർക്കും വേണ്ടിയായിരുന്നു? ഉത്തരം: അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും. ക്വസ്റ്റ്യൻ: കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിൽ എല്ലായിടത്തുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ ലേഖനം എഴുതിയത് ആരൊക്കെ ചേർന്ന്? ഉത്തരം: പൗലോസും തിമോത്തിയോസും. 2 കൊരിന്ത്യർ 1:1. ക്വസ്റ്റ്യൻ: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എങ്ങനെയുള്ളവനാണ്? ഉത്തരം: മനസ്സലിവുള്ള പിതാവും സർവ്വാശ്വാസവും നൽകുന്നവനും. 1:3. ക്വസ്റ്റ്യൻ: ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് നാം ആരെ ആശ്വസിപ്പിക്കണം? ഉത്തരം: കഷ്ടത്തിലുള്ളവരെ. 1:4. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പെരുകുന്നതുപോലെ എന്തുകൂടെ പെരുകുന്നു? ഉത്തരം: ക്രിസ്തുവിനാലുള്ള ആശ്വാസവും. 1:5. ക്വസ്റ്റ്യൻ: പൗലോസിൻ്റെ കഷ്ടങ്ങളിൽ കൂട്ടാളിയായി നിന്നതാര്? ഉത്തരം: കൊരിന്ത്യസഭ. 1:7. ക്വസ്റ്റ്യൻ: പൗലോസിൻ്റെ ആശ്വാസത്തിൻ്റെ കൂട്ടാളികൾ ആരായിരുന്നു? ഉത്തരം: കൊരിന്ത്യസഭ. 1:7. ക്വസ്റ്റ്യൻ: ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും. ദൈവം ആരെയെല്ലാമാണ് വിടുവിച്ചത്? ഉത്തരം: പൗലോസിനെയും തിമോത്തിയോസിനെയും. 1:10. ക്വസ്റ്റ്യൻ: വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം: പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികളോട്. 1:12. ക്വസ്റ്റ്യൻ: പൗലോസിൻ്റെ പ്രശംസ എന്താണ്? ഉത്തരം: മനസ്സാക്ഷിയുടെ സാക്ഷ്യം. 1:12. ക്വസ്റ്റ്യൻ: കൊരിന്ത്യരുടെ ഇടയിൽ പ്രസംഗിച്ചവർ? ഉത്തരം: പൗലോസും സില്ലാനോസും തിമോത്തിയോസും. 1:19. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ അതെന്താണ്? ഉത്തരം: ഉവ്വ്. 1:20. ക്വസ്റ്റ്യൻ: സകലരെയും ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും ആരാണ്? ഉത്തരം: ദൈവം. 1:21. ക്വസ്റ്റ്യൻ: നമ്മെ മുദ്രയിട്ടത് ആര്? ഉത്തരം: ദൈവം. 1:22. ക്വസ്റ്റ്യൻ: ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്ന അച്ചാരം ഏത്? ഉത്തരം: ആത്മാവ്. 1:22. ക്വസ്റ്റ്യൻ: നമുക്ക് മുദ്രയും ആത്മാവ് എന്ന അച്ചാരവും തന്നതാര്? ഉത്തരം: ദൈവം. 1:22. ക്വസ്റ്റ്യൻ: ദൈവം നമ്മെ മുദ്രയിട്ടും ഡാഷ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എന്ത്? ഉത്തരം: ആത്മാവ്. 1:22. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർക്ക് ലഭിച്ച 3 കാര്യങ്ങൾ? ഉത്തരം: അഭിഷേകം, മുദ്ര, അച്ചാരം. 1:21-22. ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്തിൽ വരാതെ ഇരുന്നത്? ഉത്തരം: കൊരിന്ത് സഭയെ ആദരിച്ചിട്ട്. 1:23. ക്വസ്റ്റ്യൻ: കൊരിന്ത്യ സഭയുടെ സന്തോഷത്തിന് സഹായികൾ ആര്? ഉത്തരം: പൗലോസും കൂടെയുള്ളവരും. 1:24. ക്വസ്റ്റ്യൻ: കൊരിന്തിലെ സഭ എന്തിലാണ് ഉറച്ചു നിൽക്കുന്നത്? ഉത്തരം: വിശ്വാസത്തിൽ. 1:24.
ക്വസ്റ്റ്യൻ: കൊരിന്ത്യരുടെ അടുക്കൽ വീണ്ടും വരുന്നത് എങ്ങനെ ആകരുത് എന്ന് പൗലോസ് നിർണയിച്ചു? ഉത്തരം: ദുഃഖത്തോടെ ആകരുത് എന്ന്. 2:1. ക്വസ്റ്റ്യൻ: കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയത് എന്തിനാണ്? ഉത്തരം: തനിക്ക് അവരോടുള്ള വലിയ സ്നേഹം അറിയിക്കുവാൻ. 2:4. ക്വസ്റ്റ്യൻ: സകലത്തിലും കൊരിന്ത്യ സഭാവിശ്വാസികൾ എന്തുള്ളവരാണെന്ന് പരീക്ഷിച്ചറിയുവാനാണ് പൗലോസ് എഴുതിയത്? ഉത്തരം: അനുസരണം. 2:9. ക്വസ്റ്റ്യൻ: ആര് നമ്മെ തോൽപ്പിക്കരുത് എന്നാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്? ഉത്തരം: സാത്താൻ. 2:11. ക്വസ്റ്റ്യൻ: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് പറഞ്ഞതാര്? വേദഭാഗം ഏത്? ഉത്തരം: പൗലോസ്. 2 കൊരിന്ത്യർ 2:11. ക്വസ്റ്റ്യൻ: കർത്താവിൻ്റെ പ്രവൃത്തിക്കായി പൗലോസിന് ഒരു വാതിൽ തുറന്നു കിട്ടിയത് എവിടെ? ഉത്തരം: ത്രോവാസിൽ. 2:12. ക്വസ്റ്റ്യൻ: സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്ന പൗലോസ് ആരെ കാണാഞ്ഞിട്ടാണ് മനസ്സിൽ സ്വസ്ഥതയില്ലാതെ ആയത്? ഉത്തരം: തീത്തോസിനെ. 2:12-13. ക്വസ്റ്റ്യൻ: തീത്തോസിനെ കാണാഞ്ഞിട്ട് സ്വസ്ഥതയില്ലാതെ പൗലോസ് എവിടേക്ക് പോയി? ഉത്തരം: മക്കദോനിയ. 2:13. ക്വസ്റ്റ്യൻ: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും തങ്ങൾ എന്താണെന്നാണ് പൗലോസും തിമോഥെയോസും പറഞ്ഞത്? ഉത്തരം: ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന. 2:15. ക്വസ്റ്റ്യൻ: പൗലോസ് പറയുന്ന 2 വാസനകൾ. ഉത്തരം: മരണത്തിലേക്കുള്ള വാസന, ജീവങ്കലേക്കുള്ള വാസന. 2:16. ക്വസ്റ്റ്യൻ: പൗലോസും തിമോഥെയോസും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നതെങ്ങനെയാണ്? ഉത്തരം: നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും. 2:18. ക്വസ്റ്റ്യൻ: സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം ആരാണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: കൊരിന്തിലെ വിശ്വാസികൾ. 3:2. ക്വസ്റ്റ്യൻ: ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രം എഴുതിയിരിക്കുന്നതെവിടെയാണ്, എന്തിനാലാണ്? ഉത്തരം: ഹൃദയമെന്ന മാംസപ്പലകയിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ. 3:2-3 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: തങ്ങളുടെ പ്രാപ്തി എന്താണ്? ഉത്തരം: ദൈവത്തിൻ്റെ ദാനം. 3:5. ക്വസ്റ്റ്യൻ: പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കിയതാര്? ഉത്തരം: പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ്. 3:4-6 വരെ. ക്വസ്റ്റ്യൻ: പൗലോസിനെ കർത്താവ് എന്തിൻ്റെ ശുശ്രൂഷകനാക്കി? ഉത്തരം: പുതുനിയമത്തിൻ്റെ. 3:6. ക്വസ്റ്റ്യൻ: അക്ഷരം കൊല്ലുന്നു, ആത്മാവ് എന്ത് ചെയ്യുന്നു? ഉത്തരം: ജീവിപ്പിക്കുന്നു. 3:6. ക്വസ്റ്റ്യൻ: ആരുടെ മുഖത്തേജസ് നിമിത്തമാണ് ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കുവാൻ കഴിയാതിരുന്നത്? ഉത്തരം: മോശയുടെ. 3:7. ക്വസ്റ്റ്യൻ: അധികം തേജസ്സുള്ള ശുശ്രൂഷ ഏതാണ്? ഉത്തരം: ആത്മാവിൻ്റെ ശുശ്രൂഷ. 3:8. ക്വസ്റ്റ്യൻ: ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എങ്ങനെയുള്ളതാകുന്നു? ഉത്തരം: തേജസ്. 3:9. ക്വസ്റ്റ്യൻ: നീതിയുടെ ശുശ്രൂഷ എങ്ങനെയുള്ളതാണ്? ഉത്തരം: തേജസ്സേറിയത്. 3:9. ക്വസ്റ്റ്യൻ: ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ തേജസ്സേറിയത് എന്ത്? ഉത്തരം: നീതിയുടെ ശുശ്രൂഷ. 3:9.
ക്വസ്റ്റ്യൻ: നീങ്ങിപ്പോകുന്നതിൻ്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തൻ്റെ മുഖത്ത് എന്തിട്ടു? ഉത്തരം: മൂടുപടം. 3:13. ക്വസ്റ്റ്യൻ: പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും നീങ്ങാതിരിക്കുന്നതായി കാണുന്നത് എന്ത്? ഉത്തരം: മൂടുപടം. 3:14. ക്വസ്റ്റ്യൻ: മൂടുപടം ആരിലാണ് നീങ്ങിപ്പോകുന്നത്? ഉത്തരം: ക്രിസ്തുവിൽ. 3:14. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൽ പഴയ നിയമത്തിലെ മൂടുപടം എന്തു ചെയ്യുന്നു? ഉത്തരം: നീങ്ങിപ്പോകുന്നു. 3:14. ക്വസ്റ്റ്യൻ: മൂടുപടം എപ്പോഴാണ് നീങ്ങിപ്പോകുന്നത്? ഉത്തരം: കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ. 3:16. ക്വസ്റ്റ്യൻ: ആരുടെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട്? ഉത്തരം: കർത്താവിൻ്റെ. 3:17. ക്വസ്റ്റ്യൻ: കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളയിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസ്. 3:17. ക്വസ്റ്റ്യൻ: എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത്? ഉത്തരം: ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി. 3:17. ക്വസ്റ്റ്യൻ: സുവിശേഷം ആർക്കാണ് മറഞ്ഞിരിക്കുന്നത്? ഉത്തരം: നശിച്ചു പോകുന്നവർക്ക്. 4:3. ക്വസ്റ്റ്യൻ: ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആർക്ക് മറഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: നശിച്ചു പോകുന്നവർക്ക്. 4:3. ക്വസ്റ്റ്യൻ: ദൈവപ്രതിമ ആര്? ഉത്തരം: ക്രിസ്തു. 4:4. ക്വസ്റ്റ്യൻ: അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയതാരാണ്? ഉത്തരം: ഈ ലോകത്തിൻ്റെ ദൈവം. 4:4. ക്വസ്റ്റ്യൻ: ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയതെന്തിനാണ്? ഉത്തരം: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. 4:4. ക്വസ്റ്റ്യൻ: ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്തതാര്? ഉത്തരം: ദൈവം. 4:6. ക്വസ്റ്റ്യൻ: ദൈവം തങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിച്ചിരിക്കുന്നത് എന്തിനാണെന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്. 4:6. ക്വസ്റ്റ്യൻ: മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നത് എന്ത്? ഉത്തരം: അത്യന്തശക്തി. 4:7. ക്വസ്റ്റ്യൻ: ഈ അത്യന്തശക്തി ആരുടെ ദാനം? ഉത്തരം: ദൈവത്തിൻ്റെ ദാനം. 4:7. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ അത്യന്തശക്തി ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് നിക്ഷേപം ഞങ്ങൾക്ക് എവിടെയാകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം: മൺപാത്രങ്ങളിൽ. 4:7. ക്വസ്റ്റ്യൻ: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും എന്താകുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം: ഇടുങ്ങിയിരിക്കുന്നില്ല. 4:8. ക്വസ്റ്റ്യൻ: ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം: പൗലോസും തിമോഥെയോസും. 4:8. ക്വസ്റ്റ്യൻ: വിശ്വാസികൾ അനുഭവിക്കുന്ന 4 വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ ഏവ? ഉത്തരം: കഷ്ടം, ബുദ്ധിമുട്ട്, ഉപദ്രവം, വീഴ്ച. 4:8-9. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ ജീവൻ തങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് എന്താണ് പൗലോസ് എപ്പോഴും ശരീരത്തിൽ വഹിക്കുന്നത്? ഉത്തരം: യേശുവിൻ്റെ മരണം. 4:10. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ മരണം പൗലോസ് എവിടെ വഹിക്കുന്നു?
ഉത്തരം ശരീരത്തിൽ. 4:10. ക്വസ്റ്റ്യൻ: ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം സങ്കീർത്തനം 116 അധ്യായം 10 വാക്യം. 2 കൊരിന്ത്യർ 4:13. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് പെരുകിയത് എന്ത്? ഉത്തരം കൃപ. 4:15. ക്വസ്റ്റ്യൻ: നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നത് എന്താണ്? ഉത്തരം അകമേയുള്ള മനുഷ്യൻ. 4:16. ക്വസ്റ്റ്യൻ: ആര് ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു? ഉത്തരം പുറമേയുള്ള മനുഷ്യൻ. 4:16. ക്വസ്റ്റ്യൻ: നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്തിന് ഹേതുവാകുന്നു? ഉത്തരം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം. 4:17. ക്വസ്റ്റ്യൻ: എന്താണ് താൽക്കാലികം? ഉത്തരം കാണുന്നത്. 4:18. ക്വസ്റ്റ്യൻ: എന്താണ് നിത്യം? ഉത്തരം കാണാത്തത്. 4:18. ക്വസ്റ്റ്യൻ: കാണുന്നത് താൽക്കാലികം, കാണാത്തതോ? ഉത്തരം നിത്യം. 4:18. ക്വസ്റ്റ്യൻ: ഈ കൂടാരം എന്താണെന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഭൗമഭവനം. 5:1. ക്വസ്റ്റ്യൻ: കൂടാരമായ ഭൗമഭവനം എന്താണ്? ഉത്തരം ശരീരം. 5:1. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ദാനമായ കെട്ടിടം എന്താണ്? ഉത്തരം കൈപ്പണിയല്ലാത്ത നിത്യഭവനം. 5:1. ക്വസ്റ്റ്യൻ: കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൽ കാണപ്പെടുന്നത് എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം. 5:1. ക്വസ്റ്റ്യൻ: മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നതെന്ത്? ഉത്തരം സ്വർഗീയമായ പാർപ്പിടം. 5:3. ക്വസ്റ്റ്യൻ: ജീവനാൽ നീങ്ങിപ്പോകുന്നതെന്ത്? ഉത്തരം മർത്യമായത്. 5:4. ക്വസ്റ്റ്യൻ: കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം എന്ത് ചെയ്യുന്നു? ഉത്തരം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. 5:4. ക്വസ്റ്റ്യൻ: ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും നാം കർത്താവിനോട് എങ്ങനെയായിരിക്കുന്നു? ഉത്തരം അകന്ന് പരദേശികൾ. 5:6. ക്വസ്റ്റ്യൻ: കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസും തിമോഥെയോസും. 5:7. ക്വസ്റ്റ്യൻ: ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസും തിമോഥെയോസും. 5:9. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നത് ആര്? ഉത്തരം വിശുദ്ധന്മാർ എല്ലാവരും. 5:10. ക്വസ്റ്റ്യൻ: ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടുന്നത് എന്തിനാണ്? ഉത്തരം പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. 5:10. ക്വസ്റ്റ്യൻ: അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എവിടെയാണ് വെളിപ്പെടേണ്ടത്? ഉത്തരം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ. 5:10. ക്വസ്റ്റ്യൻ: ആകയാൽ ഡാഷ് എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ഉത്തരം കർത്താവിന് ഭയപ്പെടേണം. 5:11. ക്വസ്റ്റ്യൻ: നമ്മെ നിർബന്ധിക്കുന്നത് എന്താണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം. 5:14.
ക്വസ്റ്റ്യൻ പുതിയ സൃഷ്ടിയാകുവാൻ എന്ത് ചെയ്യണം? ഉത്തരം ക്രിസ്തുവിലാകണം. 5:17. ക്വസ്റ്റ്യൻ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. വേദഭാഗം ഏത്? ഉത്തരം 2 കൊരിന്ത്യർ 5:17. ക്വസ്റ്റ്യൻ പുതിയ സൃഷ്ടിക്ക് കാരണഭൂതൻ ആര്? ഉത്തരം ദൈവം. 5:18. ക്വസ്റ്റ്യൻ ആര് മുഖാന്തരമാണ് ദൈവം ലോകത്തെ തന്നോട് നിരപ്പിച്ചത്? ഉത്തരം ക്രിസ്തു മുഖാന്തരം. 5:18. ക്വസ്റ്റ്യൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് ദൈവം നമുക്ക് തന്നതെന്താണ്? ഉത്തരം നിരപ്പിൻ്റെ ശുശ്രൂഷ. 5:18. ക്വസ്റ്റ്യൻ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിക്കുന്നതാരാണ്? ഉത്തരം ദൈവം. 5:19. ക്വസ്റ്റ്യൻ ദൈവം പൗലോസിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം നിരപ്പിൻ്റെ വചനം. 5:19. ക്വസ്റ്റ്യൻ ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഡാഷ് ദൈവത്തോട് നിരന്നു കൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഉത്തരം സ്ഥാനാപതികളായി. 5:20. ക്വസ്റ്റ്യൻ പാപമറിയാത്തവനെ നാം അവനിൽ എന്ത് ആകേണ്ടതിനാണ് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കിയത്? ഉത്തരം ദൈവത്തിൻ്റെ നീതി. 5:21. ക്വസ്റ്റ്യൻ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കിയത് ആരെ? ഉത്തരം പാപമറിയാത്ത ക്രിസ്തുവിനെ. 5:21. ക്വസ്റ്റ്യൻ പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് ദൈവം ആരിലൂടെയാണ് അരുളി ചെയ്തത്? ഉത്തരം യെശയ്യാ പ്രവാചകനിലൂടെ. യെശയ്യാവ് 49:8, 2 കൊരിന്ത്യർ 6:2. ക്വസ്റ്റ്യൻ ഇപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെക്കുറിച്ച് പ്രശംസിച്ചു പറയുന്നത്? ഉത്തരം സുപ്രസാദകാലം, രക്ഷാദിവസം. 6:2. ക്വസ്റ്റ്യൻ ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. വേദഭാഗം ഏത്? ഉത്തരം 2 കൊരിന്ത്യർ 6:2. ക്വസ്റ്റ്യൻ എന്തിന് ആക്ഷേപം വരാതിരിക്കേണ്ടതിനാണ് പൗലോസും തിമോഥെയോസും തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിച്ചത്? ഉത്തരം ശുശ്രൂഷയ്ക്ക്. 6:3-4. ക്വസ്റ്റ്യൻ ഇടത്തും വലത്തുമുള്ള വിശ്വാസിയുടെ ആയുധങ്ങൾ? ഉത്തരം നീതിയുടെ ആയുധങ്ങൾ. 6:7. ക്വസ്റ്റ്യൻ എന്ത് ധരിച്ചുകൊണ്ടാണ് പൗലോസ് ക്രിസ്തുവിനു വേണ്ടി മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചത്? ഉത്തരം നീതിയുടെ ആയുധങ്ങൾ. 6:7-8. ക്വസ്റ്റ്യൻ ഞങ്ങളുടെ വായ് നിങ്ങളോട് തുറന്നിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയം വിശാലമായിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം പൗലോസും തിമോഥെയോസും കൊരിന്ത്യരോട്. 6:11. ക്വസ്റ്റ്യൻ മക്കളോട് എന്ന പോലെ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞതെന്താണ്? ഉത്തരം വിശാലതയുള്ളവരായിരിപ്പിൻ. 6:13. ക്വസ്റ്റ്യൻ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. ആര് ആരോട് പറഞ്ഞു? വേദഭാഗം ഏത്? ഉത്തരം പൗലോസ് കൊരിന്ത്യരോട്. 2 കൊരിന്ത്യർ 6:14. ക്വസ്റ്റ്യൻ വിശ്വാസികൾ ആരോടാണ് ഇണയില്ലാപ്പിണ കൂടരുതാത്തത്? ഉത്തരം അവിശ്വാസികളോട്. 6:14. ക്വസ്റ്റ്യൻ എന്തിനൊക്കെ തമ്മിൽ എന്തു ചേർച്ച എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം നീതിക്കും അധർമ്മത്തിനും. 6:14. ക്വസ്റ്റ്യൻ വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ എന്ന് വായിക്കുന്നത് എവിടെ?
ഉത്തരം 2 കൊരിന്ത്യർ 6:14. ക്വസ്റ്റ്യൻ, വെളിച്ചത്തിന് കൂട്ടായ്മയില്ലാതിരിക്കുന്നത് എന്തിനോട്? ഉത്തരം ഇരുളിനോട്. 6:14. ക്വസ്റ്റ്യൻ, ക്രിസ്തുവിന് പൊരുത്തമില്ലാത്തത് ആരോട്? ഉത്തരം ബെലിയാലിനോട്. 6:15. ക്വസ്റ്റ്യൻ, വിശ്വാസിക്ക് ഓഹരിയില്ലാത്തത് ആരോടാണ്? ഉത്തരം അവിശ്വാസിയുമായി. 6:15. ക്വസ്റ്റ്യൻ, ദൈവാലയത്തിന് എന്തിനോട് എന്ത് യോഗ്യത എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഉത്തരം വിഗ്രഹങ്ങളോട്. 6:16. ക്വസ്റ്റ്യൻ, പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന ചേർച്ചയില്ലാത്ത വൈരുദ്ധ്യങ്ങൾ ഏവ? ഉത്തരം 1 നീതി അധർമ്മം, 2 വെളിച്ചം ഇരുൾ, 3 ക്രിസ്തു ബലിയാൽ, 4 വിശ്വാസി അവിശ്വാസി, 5 ദേവാലയം വിഗ്രഹം. 6:14 മുതൽ 16 വരെ. ക്വസ്റ്റ്യൻ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. വേദഭാഗം ഏത്? ഉത്തരം 2 കൊരിന്ത്യർ 6:16. ക്വസ്റ്റ്യൻ, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. ഉത്തരം വിശ്വാസികൾ. 6:16. ക്വസ്റ്റ്യൻ, അശുദ്ധമായത് ഒന്നും തൊടരുത് എന്ന് അരുളി ചെയ്തതാര്? ഉത്തരം കർത്താവ്. 6:16. ക്വസ്റ്റ്യൻ, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളി ചെയ്തത് ഏത് പ്രവാചകനിലൂടെയാണ്? ഉത്തരം യിരെമ്യാ പ്രവാചകനിലൂടെ. യിരെമ്യാവ് 31:1-33 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പഴയ നിയമ വേദഭാഗം ഏത്? ഉത്തരം ലേവ്യ പുസ്തകം 26-12 വാക്യം. 2 കൊരിന്ത്യർ 6:16. ക്വസ്റ്റ്യൻ, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്തത് ഏത് പ്രവാചകനിലൂടെയാണ്? ഉത്തരം യിരെമ്യാവ്. യിരെമ്യാവ് 51:45. ക്വസ്റ്റ്യൻ, നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുന്നതെങ്ങനെ? ഉത്തരം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. 7:1. ക്വസ്റ്റ്യൻ, നാം ജഡത്തിലെയും ആത്മാവിലെയും എന്ത് നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം? ഉത്തരം സകല കന്മഷവും. 7:1. ക്വസ്റ്റ്യൻ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ എന്ത് തികച്ചു കൊള്ളുവാനാണ് പൗലോസ് കൊരിന്ത്യരോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം വിശുദ്ധിയെ. 7:1. ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവിൻ, ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം പൗലോസും തിമോത്തിയോസും കൊരിന്ത്യരോട്. 7:2. ക്വസ്റ്റ്യൻ, ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് ആരോട്? ഉത്തരം കൊരിന്ത്യരോട്. 7:3. ക്വസ്റ്റ്യൻ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഡാഷ് വലിയത്? ഉത്തരം പ്രശംസ. 7:4. ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ സകല കഷ്ടതയിലും എന്ത് കവിഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം സന്തോഷം. 7:4. ക്വസ്റ്റ്യൻ, പുറത്തു യുദ്ധം അകത്തു ഭയം, ആർക്ക് എവിടെ? ഉത്തരം പൗലോസിനും തിമോത്തിയോസിനും മക്കതോനിയിൽ. 7:5. ക്വസ്റ്റ്യൻ, മക്കതോനിയയിൽ പൗലോസിനുണ്ടായ കഷ്ടം എന്താണ്? ഉത്തരം പുറത്തു യുദ്ധം അകത്തു ഭയം. 7:5.
ക്വസ്റ്റ്യൻ, എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ വരവിനാലാണ് മക്കതോനിയയിൽ വെച്ച് പൗലോസിനെയും തിമോഥെയോസിനെയും ആശ്വസിപ്പിച്ചത്? ഉത്തരം തീത്തോസിൻ്റെ. 7:6. ക്വസ്റ്റ്യൻ, കൊരിന്ത്യരുടെ വാഞ്ചയും വിലാപവും പൗലോസിനായുള്ള എരിവും മക്കതോനിയയിലായിരുന്ന പൗലോസിനെ അറിയിച്ചതാരാണ്? ഉത്തരം തീത്തോസ്. 7:7. ക്വസ്റ്റ്യൻ, മാനസാന്തരത്തിനായി ദുഃഖിച്ചത് ആരാണ്? ഉത്തരം കൊരിന്ത്യ സഭ. 7:9. ക്വസ്റ്റ്യൻ, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്തിനെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു? ഉത്തരം അനുതാപം വരാത്ത മാനസാന്തരത്തെ. 7:10. ക്വസ്റ്റ്യൻ, ലോകത്തിൻ്റെ ദുഃഖം എന്തിനെ ഉളവാക്കുന്നു? ഉത്തരം മരണത്തെ. 7:10. ക്വസ്റ്റ്യൻ, ഡാഷ് അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു? ഉത്തരം ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. 7:10. ക്വസ്റ്റ്യൻ, ദൈവഹിതപ്രകാരം കൊരിന്ത്യർക്കുണ്ടായ ദുഃഖം എന്തെല്ലാം കാര്യങ്ങളാണ് അവരിൽ ജനിപ്പിച്ചത്? ഉത്തരം ഉത്സാഹം, പ്രതിവാദം, നീരസം, ഭയം, വാഞ്ച, എരിവ്, പ്രതികാരം. 7:11. ക്വസ്റ്റ്യൻ, ഈ ലേഖനത്തിൽ 2 അക്ഷരമുള്ള ഒരു വാക്ക് 7 തവണ ഒരു വാക്യത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. വാക്ക് ഏത്? വാക്യം ഏത്? ഉത്തരം വാക്ക് എത്ര. 2 കൊരിന്ത്യർ 7:11. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു? ക്വസ്റ്റ്യൻ, കൊരിന്ത്യർ തീത്തോസിൻ്റെ മനസ്സിനെ എന്ത് ഉളവാക്കി? ഉത്തരം തണുപ്പ്. 7:13. ക്വസ്റ്റ്യൻ, കൊരിന്ത്യർ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതാരെയാണ്? ഉത്തരം തീത്തോസിനെ. 7:15. ക്വസ്റ്റ്യൻ, കൊരിന്ത്യരോടുള്ള അനുരാഗം അത്യന്തം വർദ്ധിച്ചതാർക്കാണ്? ഉത്തരം തീത്തോസിന്. 7:15. ക്വസ്റ്റ്യൻ, കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്ന സഭ? ഉത്തരം മക്കതോനിയ. 8:2. ക്വസ്റ്റ്യൻ, വളരെ കഷ്ടതയിലായിരുന്നിട്ടും ധാരാളം കൊടുപ്പാനുള്ള ഒരു മനസ്സുണ്ടായിരുന്ന സഭ ഏതാണ്? ഉത്തരം മക്കതോനിയ. 8:2. ക്വസ്റ്റ്യൻ, കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ആരുടെ? ഉത്തരം മക്കതോന്യ സഭകളുടെ. 8:2. ക്വസ്റ്റ്യൻ, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തോ എന്ന് പൗലോസ് സാക്ഷിച്ചത് ആരെക്കുറിച്ചാണ്? ഉത്തരം മക്കതോന്യ സഭകളെക്കുറിച്ച്. 8:4. ക്വസ്റ്റ്യൻ, മക്കതോന്യ കൊരിന്ത്യ സഭകളിൽ ധർമ്മശേഖരം ആരംഭിച്ചവൻ ആര്? ഉത്തരം തീത്തോസ്. 8:6. ക്വസ്റ്റ്യൻ, എന്തൊക്കെ കാര്യങ്ങളിൽ കൊരിന്ത്യർ മുന്തിയിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിട്ടുള്ളത്? ഉത്തരം വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം. 8:7. ക്വസ്റ്റ്യൻ, ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ എന്ന് പൗലോസ് ആവശ്യപ്പെട്ടത് ഏത് സഭയോടാണ്? ഉത്തരം കൊരിന്ത്യ സഭയോട്. 8:7. ക്വസ്റ്റ്യൻ, സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായിത്തീർന്നതാരാണ്? ഉത്തരം കർത്താവായ യേശുക്രിസ്തു. 8:9.
ക്വസ്റ്റ്യൻ, ഒരുത്തന് ഡാഷ് ഉണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് എന്ത് ലഭിക്കും? ഉത്തരം മനസ്സൊരുക്കം, ദൈവപ്രസാദം. 8-12. ക്വസ്റ്റ്യൻ, ഏറെ പെറുക്കിയവന് ഏറെയും കുറേ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം പുറപ്പാട് 16-18 മന്ന. 2 കൊരിന്ത്യർ 8-14. ക്വസ്റ്റ്യൻ, അത്യുത്സാഹി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവൻ ആര്? ഉത്തരം തീത്തോസ്. 8-17. ക്വസ്റ്റ്യൻ, സുവിശേഷ സംബന്ധമായ ആരുടെ പുകഴ്ചയാണ് സകല സഭകളിലും പരന്നിരിക്കുന്നത്? ഉത്തരം തീത്തോസിൻ്റെ. 8-18. ക്വസ്റ്റ്യൻ, ധർമ്മകാര്യത്തിൽ പൗലോസിൻ്റെ കൂട്ടുയാത്രക്കാരനായി സഭകളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ഉത്തരം തീത്തോസ്. 8-19. ക്വസ്റ്റ്യൻ, ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻ കരുതുന്നു എന്ന് പറഞ്ഞതാരാണ്? ഉത്തരം പൗലോസ്. 8-20. ക്വസ്റ്റ്യൻ, എനിക്ക് കൂട്ടാളിയും നിങ്ങൾക്കായിട്ട് കൂട്ടുവേലക്കാരനും എന്ന് പൗലോസ് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഉത്തരം തീത്തോസ്. 8-23. ക്വസ്റ്റ്യൻ, നമ്മുടെ സഹോദരന്മാർ എന്താണെന്നാണ് പൗലോസിൻ്റെ അഭിപ്രായം? ഉത്തരം സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വവും. 8-23. ക്വസ്റ്റ്യൻ, എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ലല്ലോ എന്നാണ് പൗലോസ് കൊരിന്ത്യരോട് ചോദിക്കുന്നത്? ഉത്തരം വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തുന്ന ദ്രവ്യശേഖരത്തെക്കുറിച്ച്. 9-1. ക്വസ്റ്റ്യൻ, ഡാഷ് കീഴാണ്ട് മുതൽ ഒരുങ്ങിയിരിക്കുന്നു? ഉത്തരം അഖായ. 9-2. ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഡാഷ് മിക്ക പേർക്കും ഉത്സാഹകാരണമായി തീർന്നിരിക്കുന്നു? ഉത്തരം എരിവ്. 9-2. ക്വസ്റ്റ്യൻ, ലോപമായി വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യും? ഉത്തരം ലോപമായി കൊയ്യും. 9-6. ക്വസ്റ്റ്യൻ, ധാരാളമായി വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യും? ഉത്തരം ധാരാളമായി കൊയ്യും. 9-6. ക്വസ്റ്റ്യൻ, ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും എന്ന് വായിക്കുന്നത് എവിടെ? ഉത്തരം 2 കൊരിന്ത്യർ 9-6. ക്വസ്റ്റ്യൻ, കൊടുക്കുന്നതിൻ്റെ നിശ്ചയം എവിടെയാണ്? ഉത്തരം ഹൃദയത്തിൽ. 9-7. ക്വസ്റ്റ്യൻ, എങ്ങനെ കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്? ഉത്തരം സന്തോഷത്തോടെ. 9-7. ക്വസ്റ്റ്യൻ, കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നു? ഉത്തരം സ്നേഹിക്കുന്നു. 9-7. ക്വസ്റ്റ്യൻ, നമ്മിൽ പെരുകി വരേണ്ട ഒരു കാര്യമേത്? ഉത്തരം സകല സൽപ്രവൃത്തികളിലും. 9-8. ക്വസ്റ്റ്യൻ, സകല കൃപയും പെരുക്കുവാൻ ശക്തൻ ആര്? ഉത്തരം ദൈവം. 9-8. ക്വസ്റ്റ്യൻ, ദൈവം വാരി വിതറി കൊടുക്കുന്നതാർക്ക്? ഉത്തരം ദരിദ്രന്മാർക്ക്. 9-9. ക്വസ്റ്റ്യൻ, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ ആരാണ്? ഉത്തരം ദൈവം. 9-10. ക്വസ്റ്റ്യൻ, ധർമ്മശേഖരം നടത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം? ഉത്തരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നു. 9-12. ക്വസ്റ്റ്യൻ, ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ എന്ത് കൂടി വരുവാൻ കാരണമാകുന്നു?
ഉത്തരം ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ. 9:12. ക്വസ്റ്റ്യൻ, എന്ത് നിമിത്തമാണ് പൗലോസ് ദൈവത്തിന് സ്തോത്രം ചൊല്ലിയത്? ഉത്തരം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം. 9:15. ക്വസ്റ്റ്യൻ, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. വേദഭാഗം ഏത്? ഉത്തരം 2 കൊരിന്ത്യർ 9:15. ക്വസ്റ്റ്യൻ, കൊരിന്ത്യർക്ക് വേണ്ടി തീത്തോസിൻ്റെ ഹൃദയത്തിലും എന്ത് നൽകിയ ദൈവത്തിനാണ് പൗലോസ് സ്തോത്രം പറയുന്നത്? ഉത്തരം ജാഗ്രത. 9:16. ക്വസ്റ്റ്യൻ, സമക്ഷത്ത് താഴ്മയുള്ളവനെന്നും അകലത്തിരിക്കെ ധൈര്യപ്പെടുന്നവനെന്നും പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം പൗലോസിനെക്കുറിച്ച്. 10:1. ക്വസ്റ്റ്യൻ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് എന്ത് കാണിപ്പാൻ പൗലോസ് ഭാവിക്കുന്നു? ഉത്തരം ധീരത. 10:2. ക്വസ്റ്റ്യൻ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും എങ്ങനെ പോരാടുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ജഡപ്രകാരം. 10:4. ക്വസ്റ്റ്യൻ, പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ഉത്തരം ജഡികങ്ങളല്ല. 10:4. ക്വസ്റ്റ്യൻ, പോരിൻ്റെ ആയുധങ്ങൾ എങ്ങനെ ഉള്ളതാണ്? ഉത്തരം കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ. 10:4. ക്വസ്റ്റ്യൻ, പോരിൻ്റെ ആയുധങ്ങൾ കൊണ്ട് പൗലോസും കൂട്ടരും ഇടിച്ചു കളയുന്നത് എന്താണ്? ഉത്തരം സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും. 10:5. ക്വസ്റ്റ്യൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഡാഷ് ഇടിച്ചു കളയണം. ഉത്തരം ഉയർച്ച. 10:5. ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഡാഷ് എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയുമിരിക്കുന്നു. ഉത്തരം അനുസരണം തികഞ്ഞു വരുമ്പോൾ. 10:6. ക്വസ്റ്റ്യൻ, ഞാൻ ലേഖനങ്ങളെക്കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത് എന്ന് പറഞ്ഞതാര്, ആരോട്? ഉത്തരം പൗലോസ് കൊരിന്ത്യ സഭയോട്. 10:9. ക്വസ്റ്റ്യൻ, പൗലോസിൻ്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവ? ഉത്തരം ഘനവും ഊറ്റവുമുള്ളവ. 10:10. ക്വസ്റ്റ്യൻ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് ഡാഷ് അത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. ഉത്തരം നിന്ദ്യം. 10:10. ക്വസ്റ്റ്യൻ, പ്രശംസിക്കുന്നവൻ ആരിലാണ് പ്രശംസിക്കേണ്ടത്? ഉത്തരം കർത്താവിൽ. 10:17. ക്വസ്റ്റ്യൻ, കൊള്ളാകുന്നവൻ ആരാണ്? ഉത്തരം കർത്താവ് പുകഴ്ത്തുന്നവൻ. 10:17. ക്വസ്റ്റ്യൻ, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാകുന്നവൻ എന്ന് പറഞ്ഞതാര്, ആരോട്? ഉത്തരം പൗലോസ് കൊരിന്ത്യരോട്. 10:17. ക്വസ്റ്റ്യൻ, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് ഏത് സഭയോട്? ഉത്തരം കൊരിന്ത്യ സഭയോട്. 11:2. ക്വസ്റ്റ്യൻ, നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതാർക്ക്? ഉത്തരം ക്രിസ്തു എന്ന ഏക പുരുഷന്. 11:2. ക്വസ്റ്റ്യൻ, നിർമ്മല കന്യക ആര്? ഉത്തരം സഭ. 11:2. ക്വസ്റ്റ്യൻ, ഏക പുരുഷൻ എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നതാരെയാണ്? ഉത്തരം ക്രിസ്തു. 11:2.
ക്വസ്റ്റ്യൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതാര്? ഉത്തരം സർപ്പം. 11:3. ക്വസ്റ്റ്യൻ കൊരിന്ത്യരുടെ മനസ്സ് എന്തുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്നാണ് പൗലോസ് ഭയപ്പെട്ടത്? ഉത്തരം സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. 11:3. ക്വസ്റ്റ്യൻ ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പൊസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:5. ക്വസ്റ്റ്യൻ ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:6. ക്വസ്റ്റ്യൻ വാക്സാമർത്ഥ്യമില്ലാത്തവൻ എന്ന് സ്വയം പറഞ്ഞവൻ? ഉത്തരം പൗലോസ്. 11:6. ക്വസ്റ്റ്യൻ മറ്റുള്ളവർ ഉയരേണ്ടതിന് തന്നെ തന്നെ താഴ്ത്തി പൗലോസ് സൗജന്യമായി പ്രസംഗിച്ചത് എന്താണ്? ഉത്തരം ദൈവത്തിൻ്റെ സുവിശേഷം. 11:7. ക്വസ്റ്റ്യൻ പൗലോസിൻ്റെ മുട്ട് തീർത്തത് എവിടെയുള്ള സഹോദരന്മാർ? ഉത്തരം മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ. 11:9. ക്വസ്റ്റ്യൻ എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:12. ക്വസ്റ്റ്യൻ പൗലോസിനെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവരെ പൗലോസ് ഏത് പേരിലാണ് വിളിക്കുന്നത്? ഉത്തരം കള്ള അപ്പൊസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പൊസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. 11:13. ക്വസ്റ്റ്യൻ വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നത് ആരാണ്? ഉത്തരം സാത്താൻ. 11:14. ക്വസ്റ്റ്യൻ സാത്താൻ ആരുടെ വേഷം ധരിക്കുന്നു? ഉത്തരം വെളിച്ചദൂതൻ്റെ വേഷം. 11:14. ക്വസ്റ്റ്യൻ ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. ആരുടെ? ഉത്തരം സാത്താൻ്റെ. 11:14. ക്വസ്റ്റ്യൻ ആരും എന്നെ ഡാഷ് എന്ന് വിചാരിക്കരുത്. ഉത്തരം ബുദ്ധിഹീനൻ. 11:16. ക്വസ്റ്റ്യൻ ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞതാര് ആരോട്? ഉത്തരം പൗലോസ് കൊരിന്ത്യ സഭയോട്. 11:16. ക്വസ്റ്റ്യൻ കൊരിന്ത്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ പൗലോസ് മറ്റു സഭകളെ കവർന്ന് അവരോട് വാങ്ങിയതെന്തിനാണ്? ഉത്തരം ചിലവിന്. 11:18. ക്വസ്റ്റ്യൻ അടിമപ്പെടുത്തിയാലും തിന്നുകളഞ്ഞാലും പിടിച്ചു കൊണ്ടുപോയാലും അഹങ്കരിച്ചാലും മുഖത്ത് അടിച്ചാലും പൊറുക്കുന്നതാര്? ഉത്തരം കൊരിന്ത്യ സഭ. 11:20. ക്വസ്റ്റ്യൻ ഞാൻ എബ്രായനും ഇസ്രായേലിനും അബ്രഹാമിൻ്റെ സന്തതിയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരനും ആകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:22. ക്വസ്റ്റ്യൻ അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊള്ളുകയും ചെയ്ത അപ്പൊസ്തലൻ? ഉത്തരം പൗലോസ്. 11:23. ക്വസ്റ്റ്യൻ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:23. ക്വസ്റ്റ്യൻ ആരാലാണ് പൗലോസ് 1 × 40 അടി 5 വട്ടം കൊണ്ടത്? ഉത്തരം യഹൂദരാൽ. 11:24. ക്വസ്റ്റ്യൻ പൗലോസ് യഹൂദരാൽ എത്ര അടിയാണ് കൊണ്ടത്, എത്ര വട്ടം? ഉത്തരം 1 × 40 അടി 5 വട്ടം. 11:24. ക്വസ്റ്റ്യൻ പൗലോസ് എത്ര വട്ടം കോലിനാൽ അടി കൊണ്ടു?
ഉത്തരം 3 വട്ടം. 11:25. ക്വസ്റ്റ്യൻ, പൗലോസ് എത്ര രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു? ഉത്തരം 1 രാപ്പകൽ. 11:25. ക്വസ്റ്റ്യൻ, ഒരിക്കൽ കല്ലേറുകൊണ്ട പൗലോസ് എത്ര വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു? ഉത്തരം 3 വട്ടം. 11:25. ക്വസ്റ്റ്യൻ, ഈ ലേഖനത്തിൽ 3 അക്ഷരമുള്ള ഒരു വാക്ക് 8 തവണ ഒരു വാക്യത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. വാക്ക് ഏത്? വാക്യം ഏത്? ഉത്തരം വാക്ക് ആപത്ത്. 2 കൊരിന്ത്യർ 11:26. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. ക്വസ്റ്റ്യൻ, ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്ക് ഉണ്ടായിരുന്നവനാര്? ഉത്തരം പൗലോസ്. 11:28. ക്വസ്റ്റ്യൻ, പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:30. ക്വസ്റ്റ്യൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഭോഷ്കല്ല പറയുന്നത് എന്നറിയുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 11:30. ക്വസ്റ്റ്യൻ, പൗലോസിൻ്റെ കാലത്ത് ദമസ്കോസിലെ രാജാവ് ആരായിരുന്നു? ഉത്തരം അരേത. 11:32. ക്വസ്റ്റ്യൻ, ദമസ്കോസിലെ ഏത് രാജാവിൻ്റെ നാടുവാഴിയാണ് പൗലോസിനെ പിടിപ്പാൻ ഇച്ഛിച്ച് ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തത്? ഉത്തരം അരേത. 11:32. ക്വസ്റ്റ്യൻ, പൗലോസിനെ പിടിപ്പാൻ ഇച്ഛിച്ചതാര്? ഉത്തരം ദമസ്കോസിലെ അരേത രാജാവിൻ്റെ നാടുവാഴി. ക്വസ്റ്റ്യൻ, അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി. എങ്ങനെ? ആര്? ആരുടെ കയ്യിൽ നിന്ന്? ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കിവിട്ടതു മൂലം. പൗലോസ് ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്ത അരേത രാജാവിൻ്റെ നാടുവഴിയുടെ കയ്യിൽ നിന്ന്. ക്വസ്റ്റ്യൻ, ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു എന്ന് പറഞ്ഞതാര്? ആരോട്? ഉത്തരം പൗലോസ് കൊരിന്ത്യ സഭയോട്. 12:1. ക്വസ്റ്റ്യൻ, എത്ര സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ക്രിസ്തുവിലുള്ള മനുഷ്യനെയാണ് പൗലോസ് അറിയുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം 14. 12:2. ക്വസ്റ്റ്യൻ, അവൻ ഡാഷ് സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു? ഉത്തരം 14. 12:2. ക്വസ്റ്റ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പൊസ്തലൻ ആര്? ഉത്തരം പൗലോസ്. 12:2. ക്വസ്റ്റ്യൻ, പറുദീസയോളം എടുക്കപ്പെട്ടെന്ന് പറഞ്ഞതാര്? ഉത്തരം പൗലോസ്. 12:3. ക്വസ്റ്റ്യൻ, 3-ാം സ്വർഗത്തോളവും പറുദീസയോളവും എടുക്കപ്പെട്ട ക്രിസ്തുവിലുള്ള മനുഷ്യൻ ശരീരം വിട്ടോ ശരീരത്തോടു കൂടെയോ എടുക്കപ്പെട്ടതെന്ന് അറിയുന്നവനാര്? ഉത്തരം ദൈവം. 12:2-3. ക്വസ്റ്റ്യൻ, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. അവനാര്? ഞാനാര്? ഉത്തരം 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളവും പറുദീസയോളവും എടുക്കപ്പെട്ട ക്രിസ്തുവിലുള്ള മനുഷ്യൻ. പൗലോസ്. 12:4-5. ക്വസ്റ്റ്യൻ, പൗലോസ് തന്നെക്കുറിച്ച് പ്രശംസിക്കുന്നത് ഏതിലാണ്? ഉത്തരം തൻ്റെ ബലഹീനതകളിൽ. 12:5.
ക്വസ്റ്റ്യൻ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ പൗലോസിന് ജഡത്തിൽ കൊടുത്തതെന്ത്? ഉത്തരം ഒരു ശൂലം. 12:7. ക്വസ്റ്റ്യൻ പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം കൊടുത്തതെന്തിന്? ഉത്തരം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ. 12:7. ക്വസ്റ്റ്യൻ നിഗളിപ്പാതിരിപ്പാൻ പൗലോസിനെ കുത്തുവാൻ ആരെ ഏൽപ്പിച്ചു? ഉത്തരം സാത്താൻ്റെ ദൂതനെ. 12:7. ക്വസ്റ്റ്യൻ പൗലോസിന് ജഡത്തിലുണ്ടായിരുന്ന ശൂലം നീങ്ങുവാൻ എത്ര വട്ടം താൻ കർത്താവിനോട് അപേക്ഷിച്ചു? അതിന് കർത്താവ് നൽകിയ മറുപടി എന്തായിരുന്നു? ഉത്തരം 3 വട്ടം. എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 12:8-9 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് കർത്താവ് ആരോടാണ് പറഞ്ഞത്? ഉത്തരം പൗലോസിനോട്. 12:9. ക്വസ്റ്റ്യൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി ആരുടേത്? ഉത്തരം ദൈവത്തിൻ്റെ. 12:9. ക്വസ്റ്റ്യൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടത സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നതാര്? ഉത്തരം പൗലോസ്. 12:10. ക്വസ്റ്റ്യൻ ഏതൊക്കെ തരത്തിലുള്ള കഷ്ടതയാണ് പൗലോസ് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ഉത്തരം ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. 12:10. ക്വസ്റ്റ്യൻ അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം പൂർണ്ണ സഹിഷ്ണുത, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, വീര്യപ്രവൃത്തികൾ എന്നിവ വെളിപ്പെടുക. 12:12. ക്വസ്റ്റ്യൻ പൗലോസ് കൊരിന്തിൽ വരുമ്പോൾ 8 കൂട്ടം കാര്യങ്ങൾ അവരിൽ കാണുമോ എന്ന് ശങ്കിക്കുന്നു. ഏതൊക്കെയാണവ? ഉത്തരം പിണക്കം, ഈർഷ്യ, ക്രോധം, ഷാഢ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം. 12:20. ക്വസ്റ്റ്യൻ താൻ കൊരിന്തിൽ വരുമ്പോൾ എന്തിനെയെല്ലാം കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാൻ സംഗതി വരുമോ എന്നാണ് പൗലോസ് ഭയപ്പെടുന്നത്? ഉത്തരം അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം. 12:21. ക്വസ്റ്റ്യൻ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഉറപ്പാകുന്നത് എന്താണ്? ഉത്തരം ഏത് കാര്യവും. 13:1. ക്വസ്റ്റ്യൻ എത്ര സാക്ഷികളുടെ വാമൊഴിയാലാണ് ഏത് കാര്യവും ഉറപ്പാകുന്നത്? ഉത്തരം 2-3 സാക്ഷികളുടെ. 13:1. ക്വസ്റ്റ്യൻ 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും എന്ന് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഏത്? ഉത്തരം ആവർത്തന പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം. ക്വസ്റ്റ്യൻ 2-ാം പ്രാവശ്യം കൊരിന്ത്യരുടെ ഇടയിലിരുന്നപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞതെന്താണ്? ഉത്തരം ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല. 13:2. ക്വസ്റ്റ്യൻ ആര് തന്നിൽ സംസാരിക്കുന്നു എന്നതിനാണ് കൊരിന്ത്യർ തുമ്പ് അന്വേഷിക്കുന്നത് എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം ക്രിസ്തു. 13:3. ക്വസ്റ്റ്യൻ ബലഹീനതയാൽ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നതാരാണ്? ഉത്തരം ക്രിസ്തു. 13:4. ക്വസ്റ്റ്യൻ നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ എന്ന് പറഞ്ഞതാര് ആരോട്? ഉത്തരം പൗലോസ് കൊരിന്ത്യ സഭയോട്. 13:5. ക്വസ്റ്റ്യൻ എന്തിന് അനുകൂലമല്ലാതെ ഞങ്ങൾക്ക് ഒന്നും കഴിവില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്? ഉത്തരം സത്യത്തിന്. 13:8. ക്വസ്റ്റ്യൻ കൊരിന്ത്യരുടെ എന്തിനായിട്ടാണ് പൗലോസും തിമോത്തിയോസും പ്രാർത്ഥിക്കുന്നത്? ഉത്തരം യഥാസ്ഥാനത്വത്തിനായി. 13:9.
ക്വസ്റ്റ്യൻ: സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം കൂടെ ഇരിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പൗലോസ് കൊരിന്ത്യ സഭയോട് പറഞ്ഞത്? ഉത്തരം: സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. 13:11. ക്വസ്റ്റ്യൻ: ആരൊക്കെയാണ് കൊരിന്ത്യ സഭയ്ക്ക് വന്ദനം ചൊല്ലുന്നത്? ഉത്തരം: വിശുദ്ധന്മാർ എല്ലാവരും. 13:13. ക്വസ്റ്റ്യൻ: അപ്പൊസ്തലിക ആശീർവാദം എന്താണ്? ഉത്തരം: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. 13:14. ക്വസ്റ്റ്യൻ: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് അവസാനിക്കുന്ന സത്യവേദ പുസ്തകത്തിലെ പുസ്തകം ഏതാണ്? ഉത്തരം: 2 കൊരിന്ത്യർ. 13:14. ക്വസ്റ്റ്യൻ: ത്രിയേക ദൈവത്തിൻ്റെ പേരിൽ പൗലോസ് ആശീർവാദം പറഞ്ഞിരിക്കുന്ന പുസ്തകം? ഉത്തരം: 2 കൊരിന്ത്യർ. ക്വസ്റ്റ്യൻ: 2 കൊരിന്ത്യർ പുസ്തകത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക്? ഉത്തരം: ആദ്യ വാക്ക് ദൈവേഷ്ടത്താൽ, അവസാന വാക്ക് ഇരിക്കുമാറാകട്ടെ. ക്വസ്റ്റ്യൻ: കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തിനാമങ്ങൾ? ഉത്തരം: 1 പൗലോസ്, 2 തിമോഥെയോസ്, 3 തീത്തോസ്, 4 സിൽവാനോസ്, 5 മോശ, 6 അബ്രഹാം, 7 ഹവ്വ, 8 അരേത രാജാവ്. ക്വസ്റ്റ്യൻ: ഈ പുസ്തകത്തിലെ ചെറിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? വലിയ അധ്യായമേത്? എത്ര വാക്യങ്ങൾ? ഉത്തരം: ചെറിയ അധ്യായം 13, 14 വാക്യങ്ങൾ. വലിയ അധ്യായം 11, 33 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: 2 കൊരിന്ത്യർ ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 47-ാമത്തെ പുസ്തകം, 13 അധ്യായങ്ങൾ, 257 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.